നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. കോട്ടയം സ്റ്റൈൽ മീൻകറി, മുളകിട്ട മീൻകറി എന്നൊക്കെ അറിയപ്പെടുന്ന കൊടംപുളി ഇട്ട് വേവിച്ച മീൻകറി. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. മീൻകറി ഉണ്ടാക്കുന്നതിനായി 15 ഗ്രാം കഴുകി വൃത്തിയാക്കിയ കൊടംപുളി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഫുൾ കൊടംപുളിയുണ്ട്, 2 ഹാഫ് പീസുകളാണ്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കണം. ഇനി ഈ പുളിയെ 2 കപ്പ് നല്ല ചൂടുവെള്ളത്തിലേക്ക് ഇടുക. ഇതിലേക്ക് 2.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുക. ടേബിൾ സ്പൂൺ അളവിൽ പറയുവാണെങ്കിൽ ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം വരും. ഇനി പുളി നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനായി 10-15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാനിൽ 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ അല്പം കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കുക. ഇനി ഉലുവ പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ കറിയിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന അവസരത്തിൽ അതിനോടൊപ്പം ചേർക്കുക. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചേർക്കുക. ഇനി ഇത് 30 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 15 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കുക. ഇനി ഈ ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇടവിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ഏകദേശം ഈ ഒരു കളറിലായാൽ മതി, ബ്രൗൺ ആവണ്ട, ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. ഇനി സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് കുറഞ്ഞിരിക്കുന്നതിനും കളറ് കിട്ടുന്നതിനും വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഒരു 5 സെക്കൻഡ് നേരം വളരെ പെട്ടെന്നൊന്ന് ഇളക്കുക. കൂടുതൽ നേരം മുളക് പൊടി എണ്ണയിൽ കിടന്നാൽ കരിഞ്ഞു പോകും. പിന്നീട് ഉടൻ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളി ആ വെള്ളത്തോടൊപ്പം തന്നെ ചേർക്കുക. ഇനി സ്റ്റൗ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ മീൻ ചേർക്കുക. ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റാണ് 1/2 കിലോ. മീൻ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നിരത്തുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കറിവേപ്പില ഇടുക. ഏകദേശം 3 തണ്ടോളം കറിവേപ്പില ഇടാവുന്നതാണ്. പിന്നീട് ഇത് മീഡിയം തീയിൽ അടച്ചു വെച്ച് മീൻ വേവുന്നത് വരെ വേവിക്കുക. സാധാരണ മീനുകളൊക്കെ 7-8 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. എന്നാൽ ചില മീനുകളൊക്കെ അല്പസമയം കൂടുതൽ എടുക്കാറുണ്ട്. ഇതിപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത്രയും ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആദ്യം പുളി വെള്ളത്തിലിടുമ്പോൾ 1/2 കപ്പ് വെള്ളം കുറച്ചൊഴിക്കുക. അല്പനേരം ഇരുന്ന് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ ഗ്രേവി അല്പം കുറുകും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് മീൻ വേവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്പൂണോ തവിയോ ഉപയോഗിച്ച് ഇത് ഇളക്കരുത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. രണ്ടാമത്തെ കാര്യം, പുളിയുടെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ചില പുളിക്ക് പുളിപ്പ് രസം കൂടുതലായിരിക്കും. അതുകൊണ്ട് മീൻ വെന്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് 2-3 പുളിയുടെ പീസ് എടുത്ത് മാറ്റാവുന്നതാണ്. അല്പനേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിലുള്ള പുളി അല്പം വലിച്ചെടുക്കും. അപ്പോൾ ഗ്രേവിയുടെ പുളി കുറയും. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം പുളിയുടെ കഷ്ണങ്ങൾ എടുത്തു മാറ്റി ക്രമീകരിക്കാൻ. മീൻകറി എപ്പോഴും 6 മണിക്കൂറെങ്കിലും വെച്ച ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. കുറഞ്ഞത് 2 മണിക്കൂർ നേരമെങ്കിലും വെച്ച ശേഷം വിളമ്പാൻ ശ്രമിക്കുക. നമ്മൾ തയ്യാറാക്കിയ ഈ മീൻകറിയിൽ ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുകയാണെങ്കിൽ ഇത് ചപ്പാത്തിക്കൊപ്പമോ പൊറോട്ടയ്ക്കൊപ്പമോ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷായി മാറും. തേങ്ങാപ്പാൽ ചേർത്ത് കഴിച്ച് തിളപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സും താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.